നമസ്കാരം. സിറ്റി ചാനലിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സാഹോദര്യത്തിൻ്റെയും ഒരുമയുടെയും വർണ്ണങ്ങളുടെയും നിറങ്ങളുടെയും ഉത്സവമായ ഓണം ഒരിക്കൽ കൂടി വന്നെത്തിയിരിക്കുന്നു. സിറ്റി ചാനലിനോടൊപ്പം ഇന്ന് ഓണവിശേഷങ്ങൾ പങ്കിടാൻ നമ്മോടൊപ്പം ഉള്ളത് കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ, കൃത്യമായി പറഞ്ഞാൽ കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് അടുത്തായി കിട്ടിയ ഭരണസാരഥികളിൽ ഏറ്റവും ജനപ്രിയ സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന കാഞ്ഞങ്ങാട് നഗരസഭയുടെ ആരാധ്യയായ ചെയർപേഴ്സൺ ശ്രീമതി കെ ദിവ്യ അവർകളാണ്. ദിവ്യക്ക് സ്നേഹപൂർവ്വം സ്വാഗതം സിറ്റി ചാനലിൽ. എങ്ങനെയുണ്ടായിരുന്നു അത്തം മുതൽ ഇങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ? വളരെ സന്തോഷകരമായ ദിനങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ആഘോഷം എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ്. കാരണം ഇന്ന് പണം എത്ര ചെലവഴിക്കാനും നമുക്കൊരു മടിയുമില്ല. അപ്പോൾ നമ്മുടെ നഗരസഭയിൽ നഗരം നല്ല തിരക്കുള്ള ഒരു നഗരമായിട്ട് തന്നെ മാറിയതിൽ വളരെ സന്തോഷം. കാരണം ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളും പുതുതായി വരികയും ആൾക്കാർക്ക് സുലഭമായി സാധനങ്ങൾ ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായതിൽ വലിയ സന്തോഷം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ദിവ്യ എന്ന് പറയുന്ന ചെയർപേഴ്സണ് അഭിമാനിക്കാൻ ഏറെ വകയുണ്ട്. കണ്ണൂർ കഴിഞ്ഞാൽ വടക്കൻ കേരളത്തിൽ ഓണത്തിൻ്റെ പൊലിമ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു പട്ടണമാണ് കാഞ്ഞങ്ങാട് പട്ടണം. ആ പട്ടണത്തിൻ്റെ ചെയർപേഴ്സണായി മാറിയ ശേഷം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ടാമത്തെ ഓണാഘോഷമാണ്. അപ്പോൾ ആ ഓണാഘോഷത്തിൽ പങ്കുചേരുമ്പോൾ രണ്ടാമത് തവണ പങ്കുചേരുമ്പോൾ എന്ത് തോന്നുന്നു? ആദ്യത്തെ ആഘോഷം എന്ന് പറയുമ്പോൾ അധികം എനിക്ക് ചെയർപേഴ്സണായിട്ട് വളരെ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ആഘോഷത്തിൽ നല്ല രീതിയിൽ പങ്കുചേരാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഏകദേശം നഗരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഒരു വർഷം കൊണ്ട് നമ്മൾക്കത് മനസ്സിലാക്കിക്കൊണ്ട് പങ്കുചേരുമ്പോൾ കൂടുതൽ സന്തോഷം തോന്നും. നമ്മൊന്ന് കുട്ടിക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ, കുട്ടിക്കാലത്ത് പുറകോട്ടൊന്ന് പോയാൽ ഓണത്തെ എങ്ങനെ അനുസ്മരിക്കുന്നു? കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും, എനിക്ക് 6 ചേച്ചിമാരും 2 ഏട്ടന്മാരും ഉണ്ട്. 9ാമത്തെ ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇളയ കുട്ടി എന്നുള്ള രീതിയിൽ വളരെ നല്ലൊരു ഓണാഘോഷം തന്നെയാണ്. കാരണം ചേച്ചിമാരുടെ കല്യാണം കഴിഞ്ഞ കുട്ടികൾ അവരൊക്കെ ഒത്തുകൂടും. പിന്നെ അന്ന് എല്ലാവരും ഉടുപ്പൊക്കെ കൊണ്ടു തരുമ്പോൾ വളരെ നല്ല സന്തോഷമാണ്. കാരണം പുത്തൻ ഉടുപ്പിട്ട് എല്ലാവരുടെയും കൂടെ കളിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമല്ലേ. പക്ഷെ അങ്ങനെയുള്ളൊരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. ഇപ്പൊ അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് കൊടുക്കോ? ഇപ്പൊ കൊടുക്കാറുണ്ട്. ഇപ്പൊ അങ്ങനെ പറയല്ല ഞാൻ. എന്നാലും അവരൊക്കെ മറ്റു മേഖലയിലുള്ള ആളുകളായിരിക്കും. പക്ഷെ ആ ഒരു മേഖലയിൽ നിന്ന് വിട്ട് ഒരു നഗരസഭയുടെ സാന്നിധ്യം വഹിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അവരുമായിട്ട് ഇടപെടൽ എങ്ങനെയാണ്? അല്ല, ഇപ്പൊ എല്ലാവർക്കും വളരെ അഭിമാനമാണ്. കാരണം അവിടെ കൊച്ചനിയത്തിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തി എന്നുള്ളത് എന്റെ കുടുംബത്തെ സംബന്ധിച്ച് വലിയൊരു അഭിമാനം തന്നെയാണ്. പഴയ കാലത്ത് ഓണാഘോഷത്തിന് തൊട്ടടുത്ത വീട്ടിലൊക്കെ പോയും പൂക്കൾ പറിക്കുകയും പൂക്കളിടുകയും ചെയ്ത് അങ്ങനെയുള്ള സ്മരണകൾ വല്ലതും മനസ്സിൽ ബാക്കിയുണ്ട്? അങ്ങനെ നമ്മുടെ സ്കൂളുകളിലുള്ള ഓണം ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നല്ല. നമ്മൾ അവിടെയുള്ള ഇപ്പൊ എൻ്റെ നാട് അയ്യങ്കാവാണ്. അപ്പൊ അവിടെ നമുക്കറിയാം ഒരു വീടും ഒരുപാട് സ്ഥലങ്ങളുള്ള ഇന്ന് നേരെ മാറി. ഇപ്പൊ നമ്മുടെ നഗരത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അടുത്തടുത്ത വീടുകളാണ്. പക്ഷെ ഞാൻ വളർന്ന സാഹചര്യം ഇതുപോലെയൊരു സാഹചര്യമാണ്. പക്ഷെ നമ്മളെ വീട്ടിൽ തന്നെയാണ് ഒരുപാട് ആളുകൾ. അപ്പൊ എല്ലാവരും കൂടെ മിങ്കിൾ ചെയ്തുകൊണ്ടുള്ള ഒരു ഓണം, വലിയൊരു കൂട്ടുകുടുംബത്തിലെ ഒരു ഓണം ആഘോഷിച്ച് വളർന്ന് ഇപ്പൊ ഒരു മൈക്രോ ഫാമിലിയിലേക്ക് എത്തിയപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയ പോലെ തോന്നുന്നുണ്ടോ? എനിക്ക് സങ്കടം തന്നെയാണ് അത്. പക്ഷെ എങ്കിലും ഇപ്പൊ ചുറ്റും ആളുകൾ ഉള്ളത് കൊണ്ട് അത് നമ്മൾക്കത് അല്ല. ഞാൻ പറഞ്ഞ ഈ ചെയർപേഴ്സൺ അല്ലാതിരിക്കുകയാണെങ്കിൽ ഒരു മൈക്രോ ഫാമിലിയിലായിരിക്കും ദിവ്യ എന്ന് പറയുന്ന ഭാര്യ, അല്ലെങ്കിൽ ദിവ്യ എന്ന് പറയുന്ന അമ്മ ഒരു മൈക്രോ ഫാമിലിയിലായിരിക്കും. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുമോ ശരിക്കും? അത് ശരിയാണ്, അത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മള് ആളുകൾ കൂടുമ്പോഴാണ് നമ്മുടെ ആഘോഷത്തിന്റെ പൊലിമ കൂടുക. അപ്പൊ അതില്ലാതെ ഒരു അവസ്ഥയിൽ നമ്മൾക്കൊരു സങ്കടമുണ്ട്. കാരണം ഞാൻ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ പഠനകാലത്ത് ഹോസ്റ്റലിൽ ജീവിച്ച ഒരാളാണ്. 3 വർഷം ഹോസ്റ്റലിലായിരുന്നു. എവിടെയായിരുന്നു? ഞാൻ പയ്യന്നൂർ വിമൻസ് കോളേജിലാണ് പഠിച്ചത്. ഡിപ്ലോമ ഹോൾഡറാണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. അപ്പം നഗരസഭയിലെ കമ്പ്യൂട്ടറിനൊന്നും കേടുവന്നൊന്നും പ്രശ്നമൊന്നുമില്ല. ശരിക്കും കമ്പ്യൂട്ടർ എഞ്ചിനീയർ തന്നെയാണ് നമ്മുടെ ചെയർപേഴ്സൺ. ഓക്കെ, ഞാൻ ഹാർഡ്വെയർ അല്ല, ഞാൻ സോഫ്റ്റ്വെയർ ആയിരുന്നു. പക്ഷെ എങ്കിലും ആ ഒരു ടച്ച് കുറച്ച് വിട്ടുപോയി. കാരണം നമ്മളിപ്പോ ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോ ഞാൻ അതിന് മേഖലയിൽ വരുന്നതിന് മുൻപ് കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ? നമ്മുടെ പ്രൈവറ്റ് ആയിട്ട് യൂണിവേഴ്സൽ കോളേജിൽ കാഞ്ഞങ്ങാട്.
അവിടെ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ ആയിരുന്നു. ഇൻസ്ട്രക്ടറായിട്ട് അവിടെ കോളേജ് തലത്തിലൊക്കെ സബ്ജക്റ്റ് എടുക്കാറുണ്ട്. പക്ഷെ ആ സമയത്തുള്ള ടച്ച് ഇപ്പോൾ കുറച്ച് വിട്ടുപോയി. കാരണം ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ കുറച്ച് അതിനോട്ടുള്ള സമയം കിട്ടാനില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയായിരുന്നു ഈ പൊതുപ്രവർത്തന രംഗത്തേക്കുള്ള വരവ്? സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു, അല്ല പിന്നീടായിരുന്നോ? സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ SLC വിദ്യാഭ്യാസം കഴിഞ്ഞ് നമ്മുടെ അമ്പലത്തറ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. അപ്പോൾ അവിടെ പഠിക്കുമ്പോൾ 10ാം തരത്ത് പഠിക്കുമ്പോൾ സ്കൂൾ ലീഡർ ആവാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് മത്സരിച്ച് ജയിച്ചു. അന്ന് പക്ഷെ അന്ന് മത്സരിക്കുമ്പോൾ ഇതിന്റെ എത്രത്തോളം ഇതിന്റെ പ്രാധാന്യം ഉണ്ടെന്നൊന്നും മനസ്സിലാക്കിക്കൊണ്ട് മത്സരിച്ചതല്ല. എങ്കിലും മത്സരിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെ ഞങ്ങൾക്ക് കണക്ക് അധ്യാപകൻ ഒരു ദിലീപ് മാഷായിരുന്നു. അദ്ദേഹം പറയും, ഒരു ലീഡറായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, കാരണം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഇടപെടാൻ വേണ്ടിയിട്ട് ഒരു അധ്യാപകൻ പറയും, ദിലീപ് മാഷ് പറയും. അദ്ദേഹം മരിച്ചുപോയി. അതെനിക്കൊരു വലിയ സങ്കടമാണ്. കാരണം അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഞാൻ എന്നും ആരാധിക്കുന്ന ഒരു അധ്യാപകനാണ് ദിലീപ് മാഷ്. അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അവർ പറയും, ഒരു ലീഡറായി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ഇടപെടണം, എങ്കിൽ മാത്രമേ ആ ലീഡർഷിപ്പ് കൊണ്ടുള്ള ഉപകാരം മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആ വാക്ക് ശരിക്കും അന്വർത്ഥമായി എന്ന് പറയാം. ശരിയാണ്. അതെ, അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതാണ് എൻ്റെ ആ ഒരു ലീഡർ എന്നുള്ള രീതിയിലേക്ക് വരുന്ന ആദ്യത്തെ അനുഭവം ആ സ്കൂൾ ലീഡർ ആയതാണ്. സ്കൂൾ ലീഡറാണ്. അപ്പോൾ പ്രേക്ഷകർ കണ്ടു കാണും, ദിവ്യ അധ്യാപനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അറിയാതെ കണ്ണിൽ വെള്ളം നിറയുന്ന ദിലീപ് മാഷെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഓണ ദിവസം സംസാരിക്കുമ്പോൾ പോലും. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നു, അതാണ് ദിലീപ് മാഷ് ചെയർപേഴ്സൺ ഉണ്ടാക്കിയുള്ളൊരു ഇമ്പാക്ട് അല്ലേ? അപ്പോൾ അതിനുശേഷം അങ്ങോട്ട് എങ്ങനെയായിരുന്നു? പിന്നെ ഞാൻ കമ്പ്യൂട്ടർ ഡിപ്ലോമ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും ഓരോ ക്ലബ്ബുകളുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലബ്ബാണ് സെൻസ. അപ്പോൾ അതിന്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പയ്യന്നൂര്. അപ്പോൾ അങ്ങനെ ആ ഫീൽഡിൽ പിന്നെ തിരിച്ച് നമ്മുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജ് തല, ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ അധ്യാപികയായി, അതിനുശേഷം കുടുംബിനിയായി. പിന്നെ കുടുംബശ്രീ അയൽക്കൂട്ട തലത്തിൽ ചെറിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, നേതൃത്വപരമായ പ്രവർത്തനം അവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് പെട്ടെന്ന് കഴിഞ്ഞ ഇലക്ഷനിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. കന്യാംഗത്തിൽ തന്നെ ജയം. ശരിയാണ്, കന്യാംഗത്തിൽ തന്നെ സാരഥ്യത്തിലേക്കുള്ള എത്തിച്ചേരൽ അത് തികച്ചും യാദൃശ്ചികമാണെന്ന് പറയാലേ? യാദൃശ്ചികം തന്നെയാണ്. കാരണം ഒരു ഇലക്ഷനിൽ മത്സരിക്കുന്ന ആ ഒരു, കാരണം സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന ആ യോഗത്തിൽ പോലും ഞാനിത് പ്രതീക്ഷ കൊണ്ടല്ല പോകുന്നത്. പക്ഷെ പെട്ടെന്നായിരുന്നു ഇങ്ങനെ സ്ഥാനാർത്ഥിത്വം കിട്ടുന്നത്. പെട്ടെന്നൊരു അമ്പരപ്പായിരുന്നു എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളത്. കാരണം ഒരു നഗരസഭയുടെ കൗൺസിലർ എന്നൊക്കെ പറയുമ്പോൾ ശരിയാണ് അല്ലേ? തുടക്കം നഗരസഭ രൂപീകരണ കാലം തൊട്ട് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംസ്ഥാനത്തൊട്ടാകെ ശ്രദ്ധിക്കപ്പെടുന്ന നഗരസഭ. അവിടുത്തെ കൗൺസിലർ ആവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചാലഞ്ച് തന്നെയാണ്. പിന്നെ നമുക്ക് കുറച്ച് പാർട്ടി തലത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ, റിബൽസുകളൊക്കെ ഉണ്ടായി. അതിൽ നിന്നൊക്കെ മത്സരിച്ച് ജയിച്ചു വന്നതെന്ന് വെച്ചാൽ ഒരു വലിയൊരു ഭാഗ്യം തന്നെയായിട്ടാണ് കണക്കാക്കുന്നത്. ആളുകളൊക്കെ എങ്ങനെയായിരിക്കും റിസൾട്ട് എന്ന് ഒറ്റുനോക്കിയൊരു വാർഡായിരുന്നു ഞാൻ മത്സരിച്ച 20ാം വാർഡ്. പക്ഷെ അതിൽ നിന്ന് ജയിച്ചു വന്നപ്പോൾ തന്നെ ആളുകളുടെ ശ്രദ്ധ അവിടത്തേക്ക് വന്നാണ്. കാരണം സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ 2 റിബലുകൾ ഉണ്ടായ ഒരവസ്ഥ. അപ്പം അവിടെ നിന്നാണ് മത്സരിച്ച് വരുന്നത്. നമ്മുടെ അവിടെയുള്ള അവരൊക്കെ വളരെ നല്ല രീതിയിൽ രാഷ്ട്രീയ ഭേദമന്യേ ഇലക്ഷനിൽ വോട്ട് ചെയ്തത് കൊണ്ടാണ് ഞാൻ ജയിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചില സ്ഥാനാർത്ഥികൾ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ട്. ജനസമ്മതരായിട്ടുള്ള ആളുകൾ നിന്ന് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വോട്ട് കിട്ടുക, അവർ ജയിക്കണം എന്നുള്ള തോന്നില്ല. അങ്ങനെ തന്നെ ആയിരിക്കും ദിവ്യ. അങ്ങനെയാണ് ജയിച്ചതെന്നാണ് ഞാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നഗരസഭയുടെ ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ ദിവ്യക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ ഒരു നിമിഷം, അല്ലെങ്കിൽ അഭിമാനം തോന്നിയ ഒരുപാട് പ്രവർത്തനങ്ങൾ നഗരസഭ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ആളുകൾക്ക് ഞാൻ നഗരസഭ ചെയർപേഴ്സണാണ്, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റി എന്ന് തോന്നിയ ഏതെങ്കിലും 1-2 കാര്യങ്ങൾ എടുത്ത് പറയാൻ പറ്റും? ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചതല്ല, മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഇത് ഞാൻ ചെയർപേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു, ഇതല്ലേ ചെയ്യേണ്ടിയിരുന്നത്, അങ്ങനെ വല്ല പ്രവർത്തനങ്ങളും മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ? അല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയർപേഴ്സണായി വരുന്ന സമയത്ത് ഉള്ള ഒരു വലിയൊരു പ്രശ്നമായിരുന്നു പിന്നെ മാലിന്യ പ്രശ്നത്തിൻ്റെ ഒരു പ്രശ്നം. ഇപ്പം നഗരസഭയുടെ ആക്ടിംഗ് ചെയർമാനായിട്ട് നഗരസഭ വൈസ് ചെയർമാൻ പ്രവർത്തിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മാസത്തെ ഇടപെടൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഇടപെടലായിരുന്നു. കാരണം ഒരു നഗരത്തിൻ്റെ തന്നെ ഒരു മാറ്റിമറിക്കലിനൊരു സാധ്യത അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു. അതിനെ തുടർന്നാണ് ഞാൻ വന്നത്. പക്ഷെ ആ ഓണക്കാലം കഴിയുമ്പോഴേക്ക് വീണ്ടും അതേ മാലിന്യ പ്രശ്നത്തിലേക്ക് നമ്മൾ നഗരം വലിച്ചെറിയപ്പെട്ടു. അപ്പോൾ നമ്മുടെ CPM-ന്റെ നേതൃത്വത്തിൽ ഒരു ക്ലീനിങ് സംവിധാനം വന്നു. അത് വലിയൊരു ആശ്വാസമായി. എങ്കിലും നമുക്ക് പൂർണ്ണമായി അത് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ്
നമ്മുടെ പല ഡിപ്പാർട്ട്മെൻറ്റ്സും നമുക്ക് ഒഴിച്ചു ഇവിടെ പറയാൻ പിന്നെ ഏറ്റവും അധികം അഭിമാനത്തോട് പറയുന്ന ഒരു നിമിഷം എന്ന് വെച്ചാൽ നമ്മുടെ RDO ജീവൻ ബാബു അദ്ദേഹത്തിൻ്റെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇടപെടലിലൂടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഒന്നായിക്കൊണ്ട് ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചു. കാരണം നമ്മൾ ഫുള്ള് എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നഗരം മൊത്തം ക്ലീൻ ചെയ്യുന്ന ഒരവസ്ഥ, അത് വലിയൊരു സംഭവമായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. പോലീസ്, RTO, റവന്യൂ, PWD എല്ലാവരും, നഗരസഭ എല്ലാവരും സമന്വയിപ്പിച്ചുള്ള ഒരു പരിപാടി. പ്രത്യേക ശുചീകരണത്തിന് വേണ്ടി മുന്നോട്ട് വന്നുകൊണ്ട് നഗര ശുചീകരണത്തിന് മുൻകൈയെടുത്ത് അത് വലിയൊരു, കാരണം ആളുകൾക്ക് ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലൊരു പരിപാടിയായിട്ട് മാറാൻ പറ്റി. അതിനെ തുടർന്ന് നമ്മുടെ ഇവിടെയുള്ള വ്യാപാരി വ്യവസായികളൊക്കെ അതിനെക്കുറിച്ച് കൃത്യമായി അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ തന്നെ ഒരു തീരുമാനമെടുത്തു, ഞങ്ങളായിട്ട് ഒരു വേസ്റ്റ് ഡിസ്പോസൽ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ. അതിലാണ് നമുക്ക് പിന്നെ ഇപ്പോൾ ആ വേസ്റ്റ് നമുക്ക് വളരെയധികം കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചത് ആ ഒരു പ്രവർത്തനത്തിലൂടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു തെളിവ് നഗരത്തിൽ കാണാനുണ്ടെന്ന് തോന്നുന്നു. വേസ്റ്റ് അധികം നഗരത്തിൽ പുറത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ സൂചിപ്പിക്കുന്നത് നഗരത്തിനകത്ത്. ഇപ്പൊ ഞങ്ങൾ നഗരത്തിനകത്ത് ഇപ്പൊ നമ്മുടെ നഗരവാസികളുടെ മാത്രം വേസ്റ്റ് നമുക്ക് പറയാനും സാധിക്കില്ല. കാരണം പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വേസ്റ്റുകളുണ്ട്, അതിനകത്ത് കുറെ പോരായ്മകൾ ഇനിയും ഉണ്ട്. നമുക്ക് ഇനിയും നന്നായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നല്ലൊരു നഗരമായിട്ട് നമുക്ക് ഇതിനെ മാറ്റാൻ സാധിക്കുകയുള്ളൂ. കാരണം വളരെ കുറച്ച് സമയം മാത്രമേ എന്നെ സംബന്ധിച്ച് കിട്ടിയിട്ടുള്ളൂ. കിട്ടിയ സമയത്ത് ചെയ്ത കാര്യങ്ങൾ വളരെ ഭംഗിയായി ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം ദിവ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരുന്നു. ഈ ഓണക്കാലം പഴയ കാലത്തുനിന്നും പുതിയ കാലത്തിലേക്ക് ഒരു മാറ്റത്തെ എങ്ങനെ കാണുന്നു? പഴയ കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു വീടുകൾ കേന്ദ്രീകരിച്ചാണ് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങൾ, നമ്മുടെ പ്രവൃത്തി സ്ഥലങ്ങൾ, അതായത് അതിപ്പോൾ പ്രൈവറ്റ് മേഖലയായാലും സർക്കാർ സ്ഥാപനമായാലും ഓഫീസുകൾ 1-2 ദിവസങ്ങൾ ആഘോഷമാണ്. അത് വലിയൊരു മാറ്റം. കാരണം പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ കൂട്ടായിട്ടുള്ള ഒരു ഒരുമിച്ചുള്ള ഒരു ഓണം, അതിപ്പോ ഏതൊരു ഓഫീസും അത് ഒഴിച്ചുകൂടാൻ ഒരുമിച്ചുള്ള ഒരു ആഘോഷം, അതിപ്പോ അതിന് നല്ല പ്രാധാന്യം വന്നിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ വീടുകളിലുള്ളതിനേക്കാളും ഓഫീസ് തലത്തിലും വിദ്യാലയ തലത്തിലൊക്കെയാണ് ഇന്ന് ആഘോഷം. പഴയകാലത്ത് വീടുകളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന ഓണത്തിന്റെ ഒരു ആഘോഷത്തിന്റെ വ്യാപ്തി മറ്റു തലങ്ങളിലേക്ക് നീങ്ങി എന്നുള്ളതാണ് അത് പ്രത്യക്ഷമായിട്ട് മനസ്സിലാക്കാവുന്ന. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അണുകുടുംബമായത് കൊണ്ടാണോ എന്നൊരു സംശയമുണ്ട്. കാരണം അണുകുടുംബത്തിലുള്ള ആഘോഷത്തിന് അത്ര സന്തോഷം നമുക്ക് ഒരിക്കലും കിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും ആ സന്തോഷത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. പലതരം സംഘടനകൾ, ക്ലബ്ബുകൾ, ഇപ്പൊ ചില ഓഫീസുകളിലൊക്കെ കാണുന്നുണ്ട് അവരുടെ കുടുംബങ്ങളെ ഒന്നാകെ വിളിച്ചുകൊണ്ട് ഓണാഘോഷം സംഘടിപ്പിക്കുന്ന സ്റ്റാഫ് മാത്രമല്ല, അവർ കുടുംബത്തിന് ഒന്നാകെ വിളിച്ചുകൊണ്ട് ഓണാഘോഷം സംഘടിപ്പിക്കും. വരും കാലത്ത് ചിലപ്പോൾ അടുത്ത സമീപഭാവി തന്നെ അത്തരത്തിലുള്ള വലിയൊരു ആഘോഷ പൊലിമ നമ്മുടെ നാട്ടിലൊക്കെ ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു ആഘോഷങ്ങൾ ഇങ്ങനെ നമ്മൾക്കത് വളരെ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ വീടുകളിലാവുമ്പോൾ അണുകുടുംബങ്ങൾ, അവിടെ ചെറിയ ആഘോഷം, അത് അത്ര നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ ഇങ്ങനെ ഓരോ തരത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പുറമേക്ക് നല്ല രീതിയിൽ അത് കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ ഓണത്തെക്കുറിച്ച് പൊതുവെ ഒരു സംസാരമുണ്ട്. ഓണം വാണിജ്യത്തിന്റെ ഒരു ഉത്സവമാണ്. ഓണം കച്ചവടവൽക്കരിക്കപ്പെട്ടു പോയി, വാണിജ്യവൽക്കരിക്കപ്പെട്ടു പോയി എന്നൊക്കെ സ്വാഭാവികമായിട്ട് ആളുകൾ പറയുന്നുണ്ട്. എന്ത് തോന്നുന്നു അതിനെ കുറിച്ചിട്ട്? അല്ല, അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഓണം എന്ന് പറയുമ്പോൾ ഒരാഴ്ചയായി നമ്മുടെ നഗരത്തിൽ അതിന്റെ തിരക്കാണ്, കച്ചവട സ്ഥാപനങ്ങളിലും ആ രീതിയിലുള്ളൊരു തിരക്കാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു കഴിഞ്ഞ നമ്മുടെ പോയ കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ തന്നെ കൃഷി ചെയ്ത് നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കി അത് വെച്ച് നമ്മൾ ഓണം ഉണ്ണും, കൊയ്ത്ത് ഉത്സവമായിട്ടാണ് ഓണം കാണുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ എല്ലാം വാണിജ്യ എന്താ പറയാ, നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് തന്നെ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് മാറിപ്പോയോ എന്നുള്ളതൊരു സംശയമാണ്. എല്ലാത്തിനും നമ്മൾ കടകളെ, കച്ചവട സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥ. ഇപ്പൊ ഒരു ഇലക്ട്രോണിക്സ് കമ്പനികൾ ഒരു ടാർഗറ്റ് ഇടുന്നു, അല്ലെങ്കിൽ ഒരു കാറിന്റെ കമ്പനി ഒരു ടാർഗറ്റ് ഇടുന്നു. ഈ ഓണക്കാലത്ത് ഞങ്ങൾ ഇത്ര കാറുകൾ വിറ്റഴിക്കും, അല്ലെങ്കിൽ ഇത്ര കോടിയുടെ കാറുകൾ വിറ്റഴിക്കും, ഇത്ര TV വിറ്റഴിക്കും, അല്ലെങ്കിൽ ഇത്ര AC വിറ്റഴിക്കും. ഇന്ന് ഒരു ടാർഗറ്റ് ഇട്ടാണ് കേരളം. അപ്പൊ കേരളം ഏറ്റവും വലിയൊരു വിപണിയായി മാറുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. കാരണം നമ്മൾ പരസ്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇപ്പൊ പറയുന്ന പത്രങ്ങളില് 2 മാതൃഭൂമി, 2 മനോരമ, ഈ ഒരു തരത്തിലാണ് പത്രങ്ങൾ തന്നെ ഈ കഴിഞ്ഞ കുറെ 10 ദിവസങ്ങളായിട്ട് ഇറങ്ങുന്നത്. പഴയൊരു പൊലിമയല്ല ഇപ്പൊ, പഴയൊരു പൊലിമയല്ല. അപ്പൊ ഈ ആഘോഷത്തിന്റെ ഒക്കെ പിന്നില് ഇത്തരത്തിലുള്ള ഒരു വ്യാപാരികളുടെ ഒരു കണ്ണുവെച്ച നീക്കം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ തോന്നുന്നുണ്ട്. കാരണം ആ രീതിയിലും കൂടെ ആഘോഷം മാറിയിരിക്കും. നമ്മുടെ വീടുകളിൽ പുതിയ ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങുക, അങ്ങനെയുള്ള പുതിയ വാഹനങ്ങൾ വാങ്ങുക, അതൊക്കെ നമ്മുടെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. അതെ അതെ. ഈ ഓണം മാവേലിയോടൊപ്പം ആഘോഷിക്കും എന്ന് പറയുന്നതിന് പകരം നമ്മുടെ പരസ്യത്തിൽ മുഴുവൻ പ്രത്യക്ഷപ്പെടുന്നത് എന്താണ്? ഈ ഓണം
കാറിനോടൊപ്പം ആഘോഷിക്കൂ, ഇന്ന് പ്രോഡക്റ്റിനോടൊപ്പം ആഘോഷിക്കൂ, ഇന്ന് മൊബൈലിനോടൊപ്പം ആഘോഷിക്കൂ എന്നുള്ളത് മാവേലി ഒരു സൈഡ് ലൈൻ ചെയ്തു പോയോ എന്നുള്ള. അല്ല, അത് ശരിയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മളിപ്പോ ഒരു ഉത്സവം വരുമ്പോൾ ആദ്യം നമ്മുടെ ശ്രദ്ധ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ ഡിസ്കൗണ്ടോടുകൂടി എന്തെങ്കിലും സാധനങ്ങൾ വരുന്നുണ്ടോ, അത് പെട്ടെന്ന് വാങ്ങാനുള്ള ഒരു താല്പര്യമാണ് നമ്മുടെ ആളുകൾക്ക് ഇപ്പോൾ എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഒരു ഉത്സവത്തിന് പുതിയൊരു സാധനം വാങ്ങി എന്നുള്ളത് നമുക്ക് ഒരു സന്തോഷം അതുകൂടെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്തായാലും അതൊരു ഒരു പുരുഷന്റെ നിലയിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ആ സാധനത്തോടുള്ള നമ്മുടെ ഭ്രമം എന്തായാലും അതുണ്ടാവും. ഒരു പുതിയൊരു സാധനം വീട്ടിലേക്ക് വരുമ്പോൾ അത് സഹജമായിട്ടുള്ളൊരു കാര്യമാണ്. വീട്ടിലെ ഒരു സാധനം പുതിയ അത് ഈ ഓണക്കാലത്ത് കിട്ടുന്നു എന്നുള്ളത് ആ ഒരു മലയാളിയുടെ മാനസികാവസ്ഥ. തീർച്ചയായും കച്ചവട തന്ത്രം അറിയുന്ന ആളുകൾ അത് ഉപയോഗപ്പെടുത്തി എന്ന് മാത്രം നമുക്ക് ഈ അവസരത്തിൽ കണ്ടാൽ മതി. ചോദിക്കട്ടെ, ചെയർപേഴ്സൺ ഈ പാട്ടുകളൊക്കെ ആയിട്ട് എങ്ങനെയാ? നല്ല ബന്ധമുള്ള കൂട്ടത്തിലാണ്? പാട്ട് പാടാൻ അറിയില്ല, പക്ഷെ കേൾക്കാൻ ആസ്വദിക്കാനും വളരെ ഇഷ്ടമാണ്. അപ്പോൾ രണ്ടുപേരും പാട്ട് പാടാൻ പറഞ്ഞാൽ പാടില്ല? പാടാൻ എനിക്കറിയില്ല. അപ്പൊ ഈ അടുത്ത കാലത്ത് ഇപ്പൊ നമ്മൾ ഇറങ്ങിയ സിനിമയിലൊന്നും നമ്മുടെ ഈ ഓണപ്പാട്ടുകളൊന്നും നമ്മളധികം കണ്ടിട്ടില്ല. എന്ത് തോന്നുന്നു? പഴയ കാലത്തെ സിനിമയും പുതിയ കാലത്തെ സിനിമയും കണ്ടിട്ടുണ്ടാവുമല്ലോ. ന്യൂ ജനറേഷന്റെ സിനിമകൾ വന്നു. പഴയ കാലത്ത് ഇതുപോലുള്ള പ്രമേയങ്ങളൊക്കെ അധികരിച്ചുകൊണ്ടുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. നമ്മളത് ഒരുപാട് ആസ്വദിച്ചതാണ്. പക്ഷെ അത് പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള പാട്ടുകളൊന്നും സിനിമയിൽ, അല്ല അത്തരത്തിലുള്ള ചിത്രീകരണങ്ങളൊന്നും സിനിമയിൽ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാണ് ഓണാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാലയങ്ങൾ നടന്ന പ്രശ്നങ്ങളും ഒരു കുട്ടീന്റെ മരണം വരെ എത്തിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആഘോഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊരു എന്താ പറയാ, അങ്ങനെ ആ ഒരു രീതിയിലാണ് കാണുന്നത് ഇപ്പോൾ. പണ്ടുള്ള ഊഞ്ഞാലാട്ടം, തിരുവാതിരക്കളി, അതൊന്നും അല്ല ഇന്നത്തെ ന്യൂ ജനറേഷന്റെ ആഘോഷം എന്നാണ് മനസ്സിലാക്കുന്നത്. ജനറേഷന്റെ ആഘോഷം എങ്ങോട്ട് വഴിതിരിഞ്ഞു എന്നാണ് ചെയർപേഴ്സന്റെ അഭിപ്രായം? ഇപ്പൊ നേരത്തെ ആ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഇന്നത്തെ സിനിമകളും ഇതൊക്കെ ഈ കുട്ടികളെ ആകർഷിക്കുന്നു എന്നുള്ള രീതിയിലേക്ക്, ഒരു വയലന്റ് ആകുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ആഘോഷങ്ങൾ വയലന്റായി പോകുന്നു. ആഘോഷങ്ങൾ യഥാർത്ഥത്തിൽ ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ളതല്ലാതെ അവരുടേതായ ആഘോഷങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ ആഘോഷത്തിനെ മാറ്റി അങ്ങനെ പറയാൻ പറ്റുമോ? എനിക്ക് ഒരു ഓണത്തിന്റെ ആഘോഷം എങ്ങനെ ഇരിക്കണോ, അല്ലെങ്കിൽ അതിന് വഴിതിരിഞ്ഞ് പോകുന്നു എന്ന് പറയാൻ പറ്റും? അത് ശരിയാണ്. കാരണം ഓണത്തിന്റെ ആഘോഷം എങ്ങനെയാണ് എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാണെങ്കിൽ അതുപോലെയുള്ള ചിത്രങ്ങൾ, അതുപോലെയുള്ള കഥകൾ അറിയണം. പക്ഷെ ഇന്നത്തെ കുട്ടികൾ ജനിക്കുമ്പോൾ മുതൽ അവർ കാണുന്നത് ഈ രീതിയിലുള്ള സിനിമകളും ചിത്രങ്ങളും ഒക്കെയാണ്. അതുകൊണ്ടായിരിക്കാം അവരുടെ മനസ്സ് ആ രീതിയിലേക്ക് മാറുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പഴയ കാലങ്ങളിലേക്ക് പോകുന്ന ഒരു മനസ്സ് ഇന്ന് ആരും അവർക്ക് കൊടുക്കുന്നില്ല. ഞാൻ ഇന്നലെ ഒരു ചടങ്ങ് സംസാരിച്ചപ്പോഴും സംസാരിച്ചത് ഇത് തന്നെയാണ്. പഴയ കാലങ്ങളുടെ ആ കഥകളൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് അറിയാനുള്ള ഒരു അവസരം അവർക്ക് നൽകണം. അവരത് കാണാനും ശ്രമിക്കുന്നില്ല. പഴയകാല സിനിമകൾ കാണാനോ അതിലത്തെ പ്രമേയങ്ങളൊന്നും മനസ്സിലാക്കാനോ ഒന്നും പുതിയ കുട്ടികൾ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇനി കുറെ കഴിഞ്ഞാല് നമ്മുടെ ഈ ഓണാഘോഷത്തിന്റെ ഒരു രീതി എന്തായിരിക്കും? എനിക്ക് അങ്ങനെ തോന്നുന്നു. ഞാനും അത് ആ ഒരു എന്താ പറയാ, ഇപ്പൊ ഈ ജീവിക്കുന്ന ഒരു തലമുറ ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ള ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആളുകളായിരിക്കും ഇനി സമൂഹത്തെ നയിച്ചുകൊണ്ട് പോകേണ്ടത്. അപ്പൊ ആ ഒരു ആശങ്കയുണ്ട് സത്യത്തിൽ, അല്ലേ? ആശങ്കയുണ്ട്. പക്ഷെ പഴയ കാലത്തുണ്ടായിരുന്നപ്പോ നമ്മുടെയൊക്കെ അച്ഛനും അപ്പൂപ്പനൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉള്ള ഓണാഘോഷത്തിന് പൊലിമ വരാതെയാണ് നമ്മളൊക്കെ ആഘോഷിച്ചുകൊണ്ടുപോകുന്നത്. പക്ഷെ ഇനി അങ്ങോട്ടുള്ള തലമുറ അതെ ഇതുപോലെയുള്ള അനുഭവങ്ങൾ കാണുമ്പോൾ ആശങ്കയുണ്ട്. കാരണം ഇവരാണ് ഇനിയുള്ള തലമുറയെ നയിക്കേണ്ടത് എന്ന് പറയുമ്പോൾ. കാരണം അവർ തിരിച്ചു കൊണ്ടുവരണം. അതിനുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും വരണം. അപ്പൊ തിരിച്ചെത്തണമെങ്കിൽ അതിനുള്ള നമ്മുടെ നവമാധ്യമങ്ങളും അതുപോലെ നമ്മുടെ സിനിമകളും അതുപോലെ ഇതുപോലെ പ്രമേയമാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ വരണം. പക്ഷെ അതല്ലല്ലോ സംഭവിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞല്ലോ, ഒരു സിനിമയുടെ അടിസ്ഥാനമാക്കി ഉള്ള ആ രീതിയിലുള്ള ആഘോഷമാണെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഇപ്പൊ അതിനകത്ത് തന്നെ അധ്യാപകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പൊ നമ്മുടേതായ മനസ്സിൽ അധ്യാപകന്റെ രൂപം നേരത്തെ ചെയർപേഴ്സൺ അധ്യാപകനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ കാര്യം. ശരിയാണ്, അത്രയും നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ആ സിനിമയിൽ പറയുന്ന ആ റിലേഷൻഷിപ്പ് അതൊരിക്കലും എന്നെ സംബന്ധിച്ച് അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. കാരണം ഒരിക്കലും അങ്ങനെയല്ല. പക്ഷെ ഈ ന്യൂ ജനറേഷനിൽ ആ രീതിയിലാണ്. നമ്മൾ അധ്യാപകരെ എങ്ങനെയാണ് കണ്ടത് ആ രീതിയിലല്ല ഇന്നത്തെ ജനറേഷൻ കാണുന്നത്. വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഒരു റിലേഷൻ പഴയ രീതിയിൽ ശക്തിപ്പെട്ട് വന്നാലേ അല്ലേ, അതിൽ സൂചിപ്പിക്കുന്ന ആ റിലേഷൻ പഴയ രീതിയിൽ ശക്തിപ്പെട്ട് വന്നാലേ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഇനിയും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, അല്ലെങ്കിൽ ആഘോഷത്തിന്റെ രീതി വഴി മാറും എന്നുള്ള ഒരു അവസ്ഥ നിലവിൽ വരുന്നുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി
പോകുന്നു. പുതിയ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു. അപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താണ് കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള ആ ഒരു എന്താ അവകാശവാദം ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ഒരു തുടർച്ചയാണല്ലോ ഇത്. ഭരണം ആര് വന്നാലും ഭരണസാരഥ്യം ആരേറ്റെടുത്താലും നഗരത്തിന്റെ ഭരണം എന്ന് പറയുന്നത് ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു ഭരണ തുടർച്ചയാണ്. അപ്പോൾ തുടർച്ച വരുമ്പോൾ ഇനി എന്തൊക്കെ കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട്? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയിൽ അമൃത് പ്രോഗ്രാമിൽ നമ്മുടെ കാഞ്ഞങ്ങാട് നഗരസഭയെ ഉൾപ്പെട്ട വിഷയം. പക്ഷെ അതിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഫങ്ഷൻസ് മാറണം, ഫങ്ഷനിങ് മാറണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ രീതിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഒരു മത്സരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമൃത് എന്ന് പറയുമ്പോൾ. അപ്പം അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ശ്രമമായിരിക്കണം. അതൊന്ന് വിശദീകരിച്ചാൽ ചിലപ്പോൾ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും. അമൃത് പദ്ധതി എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ ജൂൺ 25-26 ദിവസങ്ങളിലാണ് ഇതിന്റെ ലോഞ്ചിങ് ഡൽഹിയിൽ വെച്ച് നടന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെയാണ് അതിന്റെ ലോഞ്ചിങ് നടത്തിയത്. പക്ഷെ അന്നേരം നമുക്ക് വളരെ വിശദമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ സംബന്ധിച്ചു, ഞാൻ സെക്രട്ടറിയും ആ യോഗത്തിൽ പങ്കെടുത്താണ്. പക്ഷെ ഇനി സംസ്ഥാന തലത്തില് അതിന്റെ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇനി കൂടുതൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നത്. അപ്പം സത്യത്തിൽ 1 ലക്ഷത്തിലധികം കൂടുതലുള്ള നഗരസഭകൾക്കാണ് കൂടുതൽ പ്രാധാന്യം. 1 ലക്ഷത്തിലധികം ജനങ്ങളുള്ള. ഇപ്പൊ ഞങ്ങൾക്ക് 13 നഗരസഭകളാണ് അന്ന് ഞങ്ങൾ അവിടെ പങ്കെടുത്തത്. കേരളത്തില് 60 നഗരസഭകളിൽ 13 നഗരസഭയും 5 കോർപ്പറേഷൻ അന്ന് അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ ഈ 13 നഗരസഭയിൽ തന്നെ ഫസ്റ്റ് ആർക്കാണ് എന്നുള്ളത് ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ആ ഫങ്ഷൻസ് ഒക്കെ മാറി ഒരു പുതിയ തലത്തിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ നമുക്ക് അതിലേക്ക് ഫസ്റ്റ് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ളൊരു പ്രവർത്തനമായിരിക്കണം ഇനി പുതിയ ഭരണസമിതി ചെയ്യേണ്ടത് പ്രാരംഭഘട്ടത്തിൽ. അപ്പൊ അത് വന്നാൽ ആ പദ്ധതി നടപ്പിലായാൽ എന്താ നമ്മുടെ കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റം? ശരിക്കും ഒരു റീജുവനേഷൻ ആണ്, ഒരു ടൗണിൽ നിന്ന് റീജുവനേഷൻ ആണ് ഒരു നഗരത്തിന്റെ. കാരണം എല്ലാ ഫംഗ്ഷൻസും നമുക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. റോഡുകളുടെ വികസനം, പിന്നെ വീടുകളില്ലാത്ത ആളുകൾക്ക് ഭവനം എന്നുള്ള പദ്ധതി, പിന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെന്താ സീവേജ്, സിവറേജ്, വാട്ടറിന്റെ ട്രീറ്റ്മെന്റ് രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും നല്ല എമൗണ്ട് നമുക്ക് ലഭ്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും വരാൻ പോകുന്നത്. ഒരു നഗരം എന്നുള്ളത് എങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് അന്ന് കുറെ ക്ലിപ്പിംഗ്സ് ഒക്കെ അവിടെ കാണിക്കുകയുണ്ടായി. ഇതുപോലെ സ്മാർട്ട് സിറ്റി ആയ നഗരങ്ങളും അതെങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ ഒരു പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലുള്ള ഒരു സംവിധാനത്തിലേക്കാണ് അന്ന് ഞങ്ങളത് കണ്ടത്. പക്ഷെ നഗരത്തിന്റെ വികസനം നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അപ്പോൾ ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാലും ഈ ഇതുപോലെ നമ്മൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ നിന്നൊരു മാറ്റം എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് കാഞ്ഞങ്ങാടിന്റെ നഗരത്തിരക്കും കാഞ്ഞങ്ങാടിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ ആ പരിധി നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമായിട്ട് മാറും ഈ പദ്ധതിയിലോട്ട് നമ്മുടെ നഗരസഭ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പൊ അതായിരിക്കും ഇനി വരാൻ പോകുന്ന ഭരണസമിതിക്ക് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്നല്ലേ പറഞ്ഞുകൊണ്ട് അതിനെ ഏറ്റവും ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഭരണകൂടം എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം ആ കാര്യം തന്നെയായിരിക്കും. ഇനിയിപ്പോ ചെയർപേഴ്സന്റെ കുടുംബത്തിലേക്ക് വന്നാൽ ഭർത്താവ്, കുട്ടികൾ എങ്ങനെയൊക്കെയാ? ഭർത്താവ്, 2 കുട്ടികൾ ഉൾപ്പെടുന്നതാണ് എന്റെ കുടുംബം. പിന്നെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും. അവര് ഗൾഫിലാണ്, ദുബായില് ഒരു പ്രൈവറ്റ് ഫേമില് പ്രൊക്യൂർമെന്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. കുട്ടികൾ 2 പേര്. മകൻ ദുർഗ ഹൈസ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മകൾ സദ്ഗുരു സ്കൂളിൽ UKG ആണ്. കുട്ടികൾ പഠിക്കുമോ? നന്നായിട്ട് പഠിക്കും. രണ്ടുപേരും പഠിക്കും. അപ്പൊ ഈ പൊതുപ്രവർത്തനത്തിൽ ഭർത്താവിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഈ രീതിയിൽ നമുക്ക് നിൽക്കാൻ സാധിക്കില്ല. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് തന്നെയാണ് ഞാനും കണക്കാക്കുന്നത്. പൊതു രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് സമയം നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ രാവിലെ ഇറങ്ങി ചെല്ലേണ്ടി വരും, അല്ലെങ്കിൽ വളരെ വൈകിട്ടായിരിക്കും വീട്ടിലേക്ക് കയറി ചെല്ലുക. അങ്ങനെയൊക്കെ വരുമ്പോൾ കുടുംബത്തിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾക്ക് മാനസികമായിട്ട് നമുക്കത് അതിനുള്ള തയ്യാറെടുപ്പിലേക്ക് വരാൻ പറ്റില്ല. തീർച്ചയായിട്ടും എൻ്റെ കുടുംബം നല്ല സപ്പോർട്ടാണ്. ഹസ്ബൻഡിന് തന്നെയാണ് ആ രീതിയിൽ വർക്ക് ചെയ്യണം, ഇന്ന രീതിയിൽ ചെയ്യണം എന്നുള്ള താല്പര്യം. നിർദ്ദേശങ്ങളൊക്കെ മോളിൽ തരാറുണ്ട്, ഭർത്താവിന്റെ അടുത്ത് കിട്ടാറുണ്ട്. പ്രോബ്ലംസ് കണ്ടെങ്കിൽ അത് പറയും, ഇതിങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്നുള്ളത് ചോദിക്കും. എന്തെങ്കിലും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള പ്രശ്നം നഗരസഭയിലൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ അത് സ്വാഭാവികമായിട്ട് അനുഭവപ്പെടുമല്ലോ. അത് ഭർത്താവായിട്ട് ചർച്ച ചെയ്യാറോ അതിന് സൊല്യൂഷനൊക്കെ കിട്ടാറൊക്കെ ഉണ്ടോ?
ഇല്ല, ആ രീതിയിൽ അങ്ങനെ ചർച്ച ചെയ്യാറില്ല. നമ്മുടെ പൊതുവായിട്ട് നമ്മുടെ സഹായിക്കുന്ന ഇവിടെയുള്ള ആളുകളായിട്ട് തന്നെയാണ് ചർച്ച ചെയ്യാറ്. രാഷ്ട്രീയപരമായ കാര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ചിലപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിന് അപ്പുറത്ത് ചില സമയത്ത് നമുക്ക് ചിന്തിക്കേണ്ട ചില പ്രശ്നങ്ങൾ വരാം. എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യും. അപ്പൊ ആ ഒരു സംഭാഷണത്തിലൂടെ നമുക്ക് അതിനൊരു ആശ്വാസം ശരിക്കും. അപ്പൊ ഈ ഓണക്കാലത്ത് ഇപ്പൊ ഭർത്താവിനെ മിസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും. ഓണക്കാലത്ത് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല, കൂടെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വിഷുവിന് കൂടെ ഉണ്ടായിരുന്നു. വിഷുവിനുണ്ടായിരുന്നു, ഓണത്തിനുണ്ടായിട്ടില്ല. അപ്പൊ ഈ ഓണക്കാലത്തും ഇല്ല. അതാണ് ഗൾഫില് സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് കുടുംബത്തെ വിട്ട് ഗൾഫിൽ താമസിക്കേണ്ടി വരുന്നത്. അപ്പോ പ്രവാസികളുടെ ഓണം കേട്ടിട്ടുണ്ട്. അപ്പോ ഇപ്പൊ ഈ അടുത്ത കാലത്ത് വരുന്നൊരു പത്രമാധ്യമങ്ങളിലൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വരുന്നത് നമ്മുടെ നാട്ടിൽ കൊണ്ടാടുന്നതിനേക്കാളും നല്ല രീതിയിൽ പ്രവാസികൾ ഓണം ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശരിയാണ്. പക്ഷെ അവിടെ പ്രവാസികളായാലും അവിടെ കുടുംബങ്ങളായി താമസിക്കുന്ന ഒരുപാട് ആളുകൾ. അങ്ങോട്ട് പോയിട്ടില്ല? ഇല്ല, ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ പോകാനുള്ള സാഹചര്യത്തിലായിരുന്നു ഇലക്ഷൻ. അപ്പം അവിടെ കുടുംബങ്ങളായിട്ട് താമസിക്കുന്നവരുണ്ട്. അപ്പൊ അവരും അവിടെ ബാച്ചിലറായിട്ടുള്ള ആളുകൾ എല്ലാരും കൂടെ പിന്നെ ആഘോഷിക്കുമ്പോൾ, കാരണം അവിടെ ഒരുപാട് സംഘടനകളുണ്ട്. ആ സംഘടനകളുടെ നേതൃത്വത്തിലാണ് നല്ല രീതിയിലുള്ള ഓണാഘോഷങ്ങളൊക്കെ. കേട്ടറിവാണ്, ഹസ്ബൻഡൊക്കെ പറഞ്ഞിട്ടുള്ള അറിവാണ്. നല്ല രീതിയിൽ ആഘോഷിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും തിരുവോണത്തിന്റെ ഒന്നൊക്കെ ജോലി ചെയ്ത് രാത്രിയിൽ അല്ലെങ്കിൽ ആ ആഴ്ചയിൽ ഏതാണ് ലീവ് വരുന്ന വെള്ളിയാഴ്ചകളിൽ ആഘോഷിക്കുന്ന ഒരു രീതി. അങ്ങനെ ആഘോഷിക്കുന്നുണ്ടെങ്കിലും കുടുംബത്തെയൊക്കെ വളരെയധികം അവർ മിസ് ചെയ്യുന്നുണ്ടെന്ന്. ഇവിടെ മിസ് ചെയ്യുന്ന പോലെ തന്നെ അവിടെയും ആളുകളെ മിസ് ചെയ്യുന്ന അവസ്ഥ തീർച്ചയായിട്ടും. അപ്പോ നമുക്ക് ഈ ഓണക്കാലത്ത് പറയാൻ പറ്റുന്നത് മാവേലി എന്ന് പറയുന്ന അസങ്കല്പം അല്ലെങ്കിൽ ആ ഒരു മിത്ത് എന്ത് തന്നെ ആയിരുന്നാലും ലോകത്തുള്ള മലയാളികളെയൊക്കെ ഒരുമിപ്പിച്ച് നിർത്താൻ, ഒരൊറ്റ ചരടിൽ കോർത്ത മുത്തുമണികളെ പോലെ നിർത്താൻ വേണ്ടി ഈ ഓണത്തിന് സാധിക്കുന്നുണ്ട്, അല്ലേ? പക്ഷെ അതിൻ്റെ ഒരു മറുവശം നമ്മളെടുത്ത് സംസാരിച്ചാൽ മാവേലി എന്ന് പറയുന്ന വളരെ ദയാലുവായ അല്ലെങ്കിൽ നാട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായ ഒരു ചക്രവർത്തിയെ അവിടുത്തെ ചില തൽപര കക്ഷികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയാണ് ചെയ്തത്, അല്ലേ? അപ്പൊ അതിനോട് നമുക്ക് എങ്ങനെ പ്രതികരിക്കാൻ പറ്റും? അങ്ങനത്തെ ജനക്ഷേമകരമായ കാര്യങ്ങൾ നടത്തുന്ന ഒരാളെ, ജനക്ഷേമ തൽപരനായ ഒരു ചക്രവർത്തിയെ എന്തിന് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി? അതിപ്പോ നമ്മുടെ രാഷ്ട്രീയമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞാലും അതെ, ഞാനിത് വേറൊരാളാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ രീതിയിൽ കാര്യങ്ങൾ ചോദിക്കില്ല. ഇവിടെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തി ഭരണസാരഥ്യത്തിലിരിക്കുന്ന ചെയർപേഴ്സണാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചോദിച്ചത്. ജനക്ഷേമപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരുന്ന ഏറ്റവും നല്ല ചക്രവർത്തി എന്ന് പേരെടുത്ത് ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ന്നു. അത് എങ്ങനെ ബന്ധിപ്പിക്കാം നമുക്കതിനെ? അല്ല, അത് ശരിയാണ്. കാരണം രാഷ്ട്രീയത്തിൽ ഈ ഒരു പ്രശ്നങ്ങൾ നമ്മൾ സാധാരണ കാണുന്നതാണ്. കാരണം അഴിമതി ഇല്ലാതെ ജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ പോകുന്ന ആളുകൾക്ക് പലപ്പോഴും പല സാഹചര്യങ്ങളും തഴയപ്പെട്ടൊരവസ്ഥ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കാണാറുണ്ട്. അപ്പൊ പണ്ട് കാലത്തെ ഇത് ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. നമ്മുടെ സംരക്ഷകന്മാർ എന്ന് നമ്മൾ കരുതുന്ന ദേവന്മാര് വേഷം മാറിയിട്ട് അവതാരം മാറി വന്നിട്ടാണ് എന്ത് ചെയ്തത്? അസുരരാജാവ് എന്ന് പേര് കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനമൊന്നും ആ രീതിയിലായിട്ട് എവിടെയും ഒരു മിത്തിലും എവിടെയും നമ്മൾ ചിത്രീകരിച്ച് കാണും. പക്ഷെ അയാളെ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഭരിക്കാനോ ജീവിക്കാനോ ജനക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്യാനോ അയാളെ വിട്ടില്ല എന്നുള്ള വലിയൊരു സന്ദേശം അതിന്റെ വരികൾക്കിടയിൽ വായിച്ചാൽ അത്തരത്തിലൊരു സന്ദേശം നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ചെയർപേഴ്സണോട് ഞാൻ കാര്യം ചോദിച്ചത്. അപ്പൊ ഈ കാര്യം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ഓണത്തിന്റെ ഈ ഒരു സന്ദേശം കൂടി നമ്മുടെ മനസ്സിൽ എപ്പോഴും വെച്ച് പുലർത്തുന്നത് എന്തായിരിക്കും? നല്ലതായിരിക്കും എന്നുള്ളൊരു സജഷൻ എനിക്ക് ചെയർപേഴ്സണോട് വെക്കാറുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ സമയം തീരുന്നു. അപ്പോൾ ഈ ഓണ ദിവസം തന്നെ ചെയർപേഴ്സണെ നമുക്ക് അതിഥിയായി കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ചെയർപേഴ്സൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് അല്പസമയം സംവദിക്കാൻ സാധിച്ചതിൽ സിറ്റി ചാനലിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്താണ് ചെയർപേഴ്സൺ ഈ ഓണ ദിനത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള സന്ദേശം? ഓണം എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു ഉത്സവമാണ്. മഹാബലി തമ്പുരാൻ നമ്മുടെ നാട് ഭരിച്ചിരുന്ന ആ കാലം തിരിച്ചു വരിക എന്നുള്ളതാണ് എൻ്റെയും സ്വപ്നം. എല്ലാ സിറ്റി ചാനൽ പ്രേക്ഷകർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു തിരുവോണം ആശംസിക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇനിയും മത്സരിക്കാൻ സാധിക്കട്ടെ, ഇതിനേക്കാൾ ഉയർന്ന സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് നമ്മളെല്ലാ പ്രേക്ഷകരെയും സാക്ഷി നിർത്തി ചെയർപേഴ്സന് ആശംസിക്കുന്നു. ഇത്രയും സമയം ഞങ്ങളൊപ്പം വന്നതിനും ഞങ്ങളുമായി സഹകരിച്ചതിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.